بسم الله الرحمن الرحيم وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرقون ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين قل الله ينجيكم منها ومن كل كرب ثم أنتم تشركون قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض انظر كيف نصرف الآيات لعلهم يفقهون وكذب به قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف تعلمون وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين صدق الله. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തു വെച്ചത് വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നഹാർ ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون وهو الذي يتوفاكم بالليل അവൻ രാത്രിയിൽ നിങ്ങളെ പൂർണ്ണമായും നിങ്ങളെ ഉറക്കുന്നവനാണ് വയഅലമു മാ ജറഹ്തും ബിന്നഹാർ നിങ്ങൾ പകലിൽ ചെയ്തു വച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുന്നവനുമാണ് സുമ്മ യബ്അസുകും ഫീഹി പിന്നെ ആ പകലിൽ നിങ്ങളെ വീണ്ടും പുനർജനിപ്പിക്കുന്നവനാണ് ലിയഖ്ലാ അജലും മുസമ്മ ഒരു നിശ്ചിതമായ കാലാവധിയെ വിധിക്കപ്പെടുന്നത് വരെയും നിങ്ങളെ അങ്ങനെ ആക്കുന്നവനാണ് സുമ്മ ഇലൈഹി മർജിഉകും സുമ്മ യുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ പിന്നെ നിങ്ങളുടെ മടക്കം അല്ലാഹുവിലേക്കാണ് സുമ്മ യുനബ്ബിഉകും മരണമാണ് ഉറക്കം. ഇതെല്ലാം ഈ കാലം, സമയം, മനുഷ്യ ജീവിതം ഇതെല്ലാം തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ നമ്മൾ കൈ കെട്ടുമ്പോൾ പോലും ജീവിതത്തെ ഓർക്കലാണ് അല്ലെ? ഓരോ നമസ്കാര സമയത്തും നമ്മൾ ഓരോ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നതും ഏതർത്ഥത്തിലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഓരോ സമയത്തെയും ഓർക്കലാണ്. അതായത് സുബഹ് എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കപ്പെടുന്നുണ്ട്?
ജന്മം ഓർക്കപ്പെടുന്നുണ്ട്. കാരണം ഒരു രാവിന്റെ ഇരുണ്ട ഗർഭത്തിൽ നിന്ന് ഒരു പകൽ ഉദിച്ചുയരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അതിന്റെ പിറവിയുടെ നെടുനിശ്വാസത്തിന്റെ തുടക്കത്തിനാണ് എന്തുണ്ടാവുന്നത്? സുബഹ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതായത് സുബഹി അതിന്റെ നെടുവീർപ്പിടുന്ന സന്ദർഭം എന്നാണ്. സുബഹ് അതിന്റെ നെടുവീർപ്പിടുക എന്ന് പറയുന്നത് ഈ രാവിന്റെ ഇരുളടഞ്ഞ ഗർഭത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ ഒരു കീറുപോലെ പതുക്കെ ഈ ഭൂമിയിലേക്ക് സൂര്യോദയം ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് നമ്മൾ കാണുന്ന പ്രഭാതത്തിലെ ഈ ഫജ്ർ സാദിഖ്. അതിങ്ങനെ ഒരു നെടുവീർപ്പ് പോലെ ഈ ഇരുണ്ട ആകാശത്തിന്റെ കൂരിരുട്ടിൽ നിന്നിങ്ങനെ പതുക്കെ വെളിച്ചത്തേക്ക് വരുന്ന ഒരു വെട്ടമാണ്. അതുകൊണ്ടാണ് വസ്സുബഹി, സുബഹ് തന്നെ സത്യം, ഇദാ തനഫസ, അത് അതിന്റെ ഒരു നഫസ എന്ന് പറഞ്ഞാല് പിന്നെ ശ്വാസം വിടലാണ്. അങ്ങനെ അത് ശ്വാസം വിടുന്ന സന്ദർഭം എന്നാണ്. അപ്പോ ആ സമയം എന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ തുടക്കം പോലെയാണ് പകലിന്റെയും തുടക്കം. അതുകൊണ്ടാണ് ആ സമയത്ത് സുബഹി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓർക്കേണ്ടത്, ഒരു പകൽ ജനിച്ചു, ഞാനും ഇതുപോലെ ജനിച്ചവനാണ്. എന്റെ ജന്മം പോലെയാണ് ഒരു പകലിന്റെയും ജന്മം. അല്ലാഹു അക്ബർ. എന്റെ ജീവിതം തന്ന തമ്പുരാന് ഞാൻ അവനർപ്പിക്കേണ്ട എന്റെ ഇബാദത്തിന്റെ ഭാഗമായി ഞാൻ സുബഹി നമസ്കരിക്കുന്നു എന്ന ബോധമാണ് ഒരാൾക്കുണ്ടാവേണ്ടത്. പിന്നെ സുബഹി കഴിഞ്ഞു, പിന്നെ സൂര്യൻ പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. പിന്നെ അവിടെ ഒരു നമസ്കാരമുണ്ട്. സൂര്യൻ ഉയർന്നു നിൽക്കുമ്പോ പിന്നെ ഒരു 8 മണി 8:30 9 മണിയോടുകൂടെയുള്ള ലുഹാ നമസ്കാരമുണ്ട്. നബി തിരുമേനി വലിയ കാര്യമായ സുന്നത്തായി കണ്ട നമസ്കാരമാണ് ലുഹാ നമസ്കാരം. അതിന്റെയും അർത്ഥം പ്രഭാതം എന്ന് തന്നെയാണ്. അത് പ്രഭാതത്തിൽ നടത്തേണ്ട ഒരു നമസ്കാരം എന്ന നിലക്കാണ്. അതിനുശേഷം പിന്നെ സൂര്യൻ മധ്യാഹ്നം, അതായത് അതിന്റെ ഉച്ചയിലേക്ക് ഉയരുകയാണ്, ആകാശത്തിന്റെ ഉച്ചയിലേക്ക് ഉയരുന്നു. ജീവിതത്തിന്റെ ഒരു മധ്യാഹ്നമുണ്ട്. മനുഷ്യനൊക്കെ അവന്റെ ബാല്യവും പിന്നെ കൗമാരവും പിന്നെ യൗവനവും പിന്നെ യുവത്വവും പിന്നെ അത് കഴിഞ്ഞുള്ള മധ്യവും. ഈ മധ്യകാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എല്ലാ തിളപ്പും അവസാനിച്ച് തുടങ്ങുന്നു എന്നറിയിക്കലാണ്, അല്ലെ? എന്റെ എല്ലാ ഊർജ്ജസ്വലതയും അവസാനിക്കാനായിട്ടുണ്ട് എന്നറിയിക്കലാണ്. അതായത് ഒരു 40-ൽ നിന്ന് പതുക്കെ വഴുതി വീഴുകയാണ്. 40-ൽ നിന്ന് 45-ലേക്ക്, പിന്നെ 50-ലേക്ക്. അപ്പോഴേക്കും ഞാൻ ഏതാണ്ടൊക്കെ അവസാനിക്കാനായിട്ടുണ്ട് എന്നൊരു ബോധം ഉണ്ടാവലാണ്. അതാണ് ഒരു കവി വഖദ് ജാവസ്തു ഹദ്ദൽ അർബഈനി എന്ന് പറഞ്ഞു. ഇനി എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല. വഖദ് ജാവസ്തു ഹദ്ദൽ അർബഈനി. അർബഈനി എന്ന് പറയുന്നത് അത് പിന്നെ ഒരു വ്യാകരണപരമായ ഒരു തെറ്റാണ്. പക്ഷെ അങ്ങനെ പറയപ്പെടാം എന്നതിന്റെ ഉദാഹരണവും എന്ന നിലക്കാണ് അതിന് ഉപയോഗിക്കാറുള്ളത്. 40 എന്റെ കഴിഞ്ഞു, ഞാൻ 40 വിട്ടുകിടന്നു. ഇനി എന്നെ വലിയ കാര്യമായി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ ഭാവനകൾ അവസാനിച്ചു, എന്റെ കാൽപ്പനികമായ ചിന്തകൾ അവസാനിച്ചു, എന്റെ പ്രതിഭ ഏതാണ്ട് ഒടുങ്ങാനായി, എന്റെ ഊർജ്ജസ്വലതകൾ മുഴുവൻ നഷ്ടപ്പെടാനായി എന്ന പോലെ തന്നെയാണ് ഈ സൂര്യനും അതിന്റെ മധ്യാഹ്നത്തിലെത്തി. അതിന്റെ ചൂട് ഏതാണ്ട് അതിന്റെ ശോഭയുള്ള ചൂട് അവസാനിക്കുകയാണ്. ഇനി അത് പതുക്കെ അസ്തമിക്കാനുള്ള തുടക്കം ഇടുകയാണ്. അത് വഴുതി വീഴുകയാണ്, അസ്തമാനത്തിലേക്ക് വഴുതി വീഴുകയാണ്. അവിടെ ആണ് ളുഹർ നമസ്കരിക്കേണ്ടത്. അപ്പൊ അവനും കരുതേണ്ടത്, പടച്ചോനെ, ഞാനും ഇങ്ങനൊരു അവസാനത്തിന്റെ മുമ്പിലാണ്. എനിക്കൊരു ശൈശവം ഉണ്ടായിരുന്നു, എനിക്കൊരു മനോഹരമായ കൗമാരമുണ്ടായിരുന്നു, കാൽപ്പനികതയുടെയും ജീവിത സ്വപ്നങ്ങളുടെയും ഒക്കെ മനോഹരമായ ഒരു കൗമാരം. പിന്നെ എന്തും ചെയ്യണമെന്ന തന്റെ ഇടമുണ്ടാകുന്ന ആത്മദാർഢ്യത്തിന്റെ യൗവനമുണ്ടായിരുന്നു. എല്ലാം അവസാനിച്ച് ഞാൻ എൻ്റെ മധ്യാഹ്നത്തിൽ നിന്ന് പതുക്കെ വാർദ്ധക്യത്തിലേക്ക് കാലുവെച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന ബോധമാണ് ഒരാൾക്കുണ്ടാവേണ്ടത്. അവിടെയാണ് അവന്റെ ളുഹർ നമസ്കാരം. പിന്നെ അസ്ർ നമസ്കരിക്കുമ്പോൾ അവനുണ്ടാകുന്നത്, പടച്ചോനെ, അസ്ർ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും എല്ലാ ഊർജത്തെയും ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന അവസ്ഥ എന്നാണ്. മഅ്സൂറാവുക, അസ്റും അതാണ്. അപ്പോ അസീർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജ്യൂസിനാണ് അസീർ എന്ന് പറയാം. ജ്യൂസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെക്കി പിഴിഞ്ഞെടുത്ത സാധനമാണ് എന്ത്, അല്ലെ? ജ്യൂസ് എന്ന പോലെ അസ്ർ ജീവിതത്തെ മുഴുവനും ഞെക്കിപ്പിഴിഞ്ഞ്, സൂര്യശോഭയെ മുഴുവനും ഞെക്കിപ്പിഴിഞ്ഞെടുക്കുക. ആ സമയം ജീവിതത്തിന്റെ വാർദ്ധക്യമാണ്.
ഒരു പകലിന്റെ വാർദ്ധക്യം പോലെ ജീവിതത്തിന്റെ ഒരു വാർദ്ധക്യം. അപ്പൊ അവിടെ കൈകെട്ടുമ്പോൾ ഇവനുണ്ടാകേണ്ടത്, പഠിച്ചവനെ ഇങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ട്. ഉള്ളവന് അങ്ങനെ ഉണ്ട് എന്ന തോന്നൽ, ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് തോന്നൽ അല്ലെ. ഇപ്പോ വാർദ്ധക്യമൊന്നും വരില്ല എന്നാണ് തോന്നൽ, പക്ഷെ അങ്ങനെ സംഭവം വരാനുണ്ട്. മധ്യാഹ്നം വരാനുണ്ട്, വാർദ്ധക്യം വരാനുണ്ട്, അവസാനം ഒരു മരണം വരാൻ. അതിനു മുമ്പേയും മരണം എന്ത് ചെയ്യാം, വന്നേക്കാം. അള്ളാഹു ദീർഘായുസ് തരുമാറാകട്ടെ. അപ്പോ ഇങ്ങനെ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മഗ്രിബാവുമ്പോ മരിച്ചു അല്ലെ, സൂര്യൻ അസ്തമിച്ചു. മരണവും അതുപോലെ തന്നെ. ഒരു രാവിന്റെ ഗർഭത്തിൽ നിന്ന് ഒരു പകൽ ഉദിച്ചു വന്നിട്ട് അതിന് കേവലം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് മരണത്തിനോടടുത്ത് കഴിഞ്ഞു, അത് മരിച്ചും കഴിഞ്ഞു. ഒരു ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് പിറവി കൊണ്ട ഒരു മനുഷ്യൻ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്ന് വാർദ്ധക്യ സമയത്ത് പോലും ആലോചിച്ചാൽ കുറഞ്ഞ കാലമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ജീവിച്ചിട്ടുള്ളൂ. 90-ാം വയസ്സിലും അവൻ ആലോചിക്കുന്നത് കുറച്ച് കാലമല്ലേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ എന്നാണ്. ഇനിയും കുറെ കാലം ജീവിക്കണമെന്നാണ് ആരുടെയും മോഹം. സാധാരണ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന പഞ്ചപാണ്ഡവന്മാരുടെ കൂട്ടത്തിലെ ഒന്നാമനോട് പിന്നെ മൃത്യു ചോദിക്കുന്ന ഒരു ചോദ്യം മഹാഭാരതം ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ അത്ഭുതം അഹന്യ ഭൂതാനി ഗച്ഛന്തീഹ യമാലയം ശേഷാഹ സ്ഥാവരം ഇച്ഛന്തി കിം ആശ്ചര്യമധപരം എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അഹന്യ ഭൂതാനി ഗച്ഛന്തീഹ യമാലയം, ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കാൻ. മരണത്തിന്റെ കഥകൾ നമ്മൾ അറിയുന്നുണ്ട്, ആളുകൾ മരിക്കുന്നതിന്റെ കഥകൾ അറിയുന്നുണ്ട്, മരിച്ച ആളുകളുടെ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്, വലിയ മഹാദുരന്തങ്ങളുടെ കഥകളും നമ്മുടെ മുമ്പിൽ. എന്നാലും അഹന്യ ഭൂതാനി എല്ലാം ഇങ്ങനെ മരിക്കുമ്പോഴും ശേഷാഹ സ്ഥാവരം ഇച്ഛന്തി, എന്നാലും ജീവിച്ചിരിക്കണമെന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇനിയും ജീവിക്കണം എന്ന കൊതിയാണ് മനുഷ്യനെ ഭരിക്കുന്നത്. അവൻ എപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് മാത്രമാണ്. കിം ആശ്ചര്യം അധപരം, ഇതിനേക്കാൾ വലിയ ആശ്ചര്യം എന്താണ് എന്നതാണ്. കാരണം മരണചിന്ത നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അലട്ടുന്നില്ല. ഇവിടെ ജീവിക്കണം എന്നത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് എന്നതോടൊപ്പം തന്നെ ഇവിടെ ഒരു അവസാനം ഉണ്ടാകും എന്നത് തന്നെയാണ് ഏതൊരു മനുഷ്യന്റെയും നിയന്ത്രണവും. അതാണ് അവന്റെ നിയന്ത്രണം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങളാണ് മനസ്സിനെ നന്നാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒന്ന്, നീ പിന്നെ ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ, വെള്ളം തുരുമ്പെടുക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പെടുക്കും. മനുഷ്യ ഹൃദയം അങ്ങനെ തുരുമ്പെടുക്കാതിരിക്കാൻ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, എന്താണ് നബി അതിന് പരിഹാരം എന്ന് ചോദിക്കുന്നു അല്ലാഹുവിന്റെ റസൂലിനോട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി 2 കാര്യങ്ങളാണ്. ഒന്ന്, കസ്റത്തു ദിക്രിൽ മൗത്ത്, മരണചിന്തയെ വർദ്ധിപ്പിക്കലാണ്. മരിക്കുമെന്ന ഓർമ്മയെ, ആ ബോധത്തെ നിലനിർത്തലാണ്. ഓരോ നമസ്കാരത്തിന്റെയും കൈകെട്ടലിൽ ഇങ്ങനെയാണ് അവൻ ഓർക്കേണ്ടത്, പടച്ചോനെ ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഭൂമിയിൽ നിന്റെ മുമ്പിൽ സ്ഥലകുനിക്കാൻ, നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്കൊരു പക്ഷേ ഇതേ അവസരമുണ്ടാവും. ഈ നിമിഷത്തിന്റെ തൊട്ടടുത്ത നിമിഷം ഞാൻ ഈ പിടഞ്ഞ് ഈ ഭൂമിയിൽ തന്നെ അവസാനിച്ചേക്കാം. നിന്റെ മുമ്പിലുള്ള സുജൂദിന്റെ അവസാനത്തെ സുജൂദായിരിക്കാം ഇത് എന്ന ബോധമായിരിക്കണം അവനുണ്ടാകേണ്ടത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ മനുഷ്യന്റെ മനസ്സ് നന്നാവാനുള്ള പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഉപാധി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ദിക്റുൽ മൗത്താണ്. രണ്ടാമത്തെ ഉപാധി കസ്റത്തു തിലാവത്തുൽ ഖുർആനാണ്. ഖുർആൻ ഇങ്ങനെ ഓതുക. ഖുർആൻ പാരായണം അധികരിപ്പിക്കുമ്പോൾ ഒരാളുടെ മനസ്സ് തന്നു അവന്റെ ഹൃദയത്തിന് അതിൻ്റെതായ താരല്യം ഉണ്ടാവും. കാരണം ഖുർആൻ തന്നെ അങ്ങനെയാണ് പറഞ്ഞു വച്ചത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു ഏറ്റവും നല്ല വർത്തമാനമാണ് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു തന്നത്. എങ്ങനത്തേത്? കിതാബൻ മുതശാബിഹൻ, ഒരു വേദഗ്രന്ഥം കൃത്യമായി തശാബുഹുള്ള പരസ്പരം സദൃശമായ വർത്തമാനങ്ങൾ പറയുന്ന വേദഗ്രന്ഥം. മസാനിയ, ആവർത്തിച്ചാവർത്തിച്ച് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വേദഗ്രന്ഥം.
തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, പടച്ചോനെ പേടിക്കുന്ന ആളുകളുടെ പിന്നെ തൊലികൾ, അവരുടെ ത്വക്കുകൾക്കിടയിൽ പിന്നെ രോമാഞ്ചമുണ്ടാകുന്ന ഗ്രന്ഥം. അതങ്ങനെ ഓതുമ്പോ ഹൃദയം, തൊലികൾ അത് ആത്മഹർഷം കൊള്ളുന്ന ഗ്രന്ഥം. തുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പിന്നെ തൊലികൾ ചുരുണ്ടുപോവുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അത് ആർദ്രമായി പോകുക, അത് പിന്നെ അതിനുണ്ടാകുന്ന കുളിര്, അതിനുണ്ടാകുന്ന ഭക്തിയുടെ പാരവശ്യം കൊണ്ട് അത് ആർദ്രമായി പോവുകയും ഖുലൂബുഹും അവരുടെ ഹൃദയവും അങ്ങനെയായി പോവുകയും ചെയ്യും. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക്, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടും. പരിശുദ്ധ ഖുർആൻ നിരന്തരം ഓതുമ്പോ ഈ അർത്ഥത്തിൽ ഹൃദയ താരല്യമുണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനം. ഹൃദയത്തിന് താരല്യമുണ്ടായാൽ എല്ലാ ഓർമ്മയുണ്ടാവും. പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും, മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവും. അപ്പൊ ഏറ്റവും നല്ല അതിന് പറ്റുന്ന ഒരു മാർഗം അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മൗത്തിനെ കുറിച്ചുള്ള ഓർമ്മ, മരണത്തെ കുറിച്ചുള്ള ഓർമ്മ. മറ്റൊന്ന് ഖുർആനിന്റെ പാരായണം. ഈ രണ്ട് കാര്യമുണ്ടായാൽ മനസ്സ് നന്നാക്കാനാവും. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്, ഇദാ അസ്ബഹത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ, നീ പ്രഭാതത്തിലെത്തിയാൽ നീ വൈകുന്നേരത്തെ കുറിച്ച് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയണ്ട. വൈകുന്നേരത്തെ കുറിച്ച് ഉറപ്പിച്ചൊന്നും പറയണ്ട. നീ വൈകുന്നേരം എത്തിയാൽ ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ് സബാഹ്, നീ പ്രഭാതം എന്ന് ഉറപ്പിച്ച് പറയണ്ട. നാളെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നാളെ ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്നോ അല്ലെങ്കിൽ നാളെ ഞാൻ ഇന്നത് ചെയ്തേക്കാം എന്നോ പറയേണ്ടതില്ല. മറിച്ച് എന്തേ പറയേണ്ടതുള്ളൂ? ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ അത് ചെയ്തേക്കാം എന്ന് പറയാനുള്ള അവകാശം മാത്രമേ ഒരാൾക്കുള്ളൂ. കാരണം നാളെ എന്ന് പറയുന്നത് അവന്റെ ഉറപ്പല്ല. നാളെ എന്നല്ല, അടുത്ത സെക്കൻഡ് പോലും അവന്റെ ഉറപ്പല്ല. വഖുദ് മിൻ ഹയാതിക ലിമൗതിക്, നീ നിന്റെ ജീവിതത്തെ മരണത്തിന് വേണ്ടി പിടിക്കുക. അതായത് മരണം എന്നതിനെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ പരുവപ്പെടുത്തുക. വമിൻ സിഹ്ഹതിക ലിസഖമിക്, നിനക്ക് രോഗം വരാനുണ്ട് എന്ന ബോധത്തോടുകൂടെ തന്നെ നിന്റെ ആരോഗ്യത്തെ നീ പിടിക്കുക. അതായത് നിന്റെ ആരോഗ്യകാലത്ത് നിനക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് പകരമായി നീ നിന്റെ രോഗാവസ്ഥകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും തുല്യമായി നിൽക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് ആരോഗ്യമുള്ളപ്പോഴാണ് നീ ഏറെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ആരോഗ്യത്തിന് അതിന്റെ വലിപ്പമുണ്ട്. സിഹത്തുള്ള സമയത്താണ് ഒരാൾ ഏറ്റവും നന്നാവേണ്ടത്. എല്ലാം കഴിഞ്ഞ അവസാനം ഒരാൾക്ക് ഞാൻ എല്ലാം ചെയ്തേക്കാം എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അവന്റെ യൗവനവും അവന്റെ യുവത്വവും നിലനിൽക്കുന്ന അവന്റെ ഏറ്റവും നല്ല കാലത്ത് അവൻ അള്ളാഹുവിനെ പേടിക്കുകയും അവൻ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുകയും അവൻ ഖുർആനെ പാരായണം ചെയ്യുകയും അവൻ ഖുർആൻ പഠിക്കുകയും അവൻ നിരന്തരമായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിൻ സിഹ്ഹതിക ലിസഖമിക, രോഗത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ട് നിന്റെ ആരോഗ്യത്തെ ക്രമപ്പെടുത്തുക. രോഗം വരാനുണ്ട്, രോഗിയാവാനുണ്ട്, അതിനു മുമ്പ് തന്നെ നിന്റെ ആരോഗ്യം നീ നന്നാക്കുക. ഫഇന്നക യാ അബ്ദല്ലാഹി ലാ തദ്രി മസ്ബുക ലിഗദ്, ആ വർത്താനാണ് ശരി. ഫഇന്നക ലാ തദ്രി മസ്മുക ഗദൻ, എന്താ നാളെ നിന്റെ പേര് എന്ന് അബ്ദുള്ള നിനക്കറിയില്ല എന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉപദേശം നടത്തുന്നത്. നാളെ നിന്റെ പേരെന്താവും? നാളെ നമ്മുടെ പേര്, എന്റെ പേര് മുഹമ്മദ് എന്നാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പേര് അങ്ങനെയാണെങ്കിലും നാളെ നമ്മളെ പേരിടുക ഡെഡ് ബോഡി, മയ്യത്ത് ഖബറടക്കാനായില്ലേ എന്നായിരിക്കും, മയ്യത്ത് കുളിപ്പിച്ചോന്നായിരിക്കും, മയ്യത്ത് കഫൻ ചെയ്തോ എന്നാവും, മയ്യത്ത് ഖബറടക്കിയില്ലേ എന്നാവും, മയ്യത്ത് നമസ്കരിച്ചില്ലേ എന്നാവും. മയ്യത്ത് മരിച്ച മയ്യത്ത്, ഇന്നക മയ്യത്തുൻ, നീ ഇപ്പോ മയ്യത്താണ്. അതുപോലെ തന്നെ നമ്മളും ഒക്കെ ഓരോരുത്തരും എന്ത് തന്നെയാണ്? മയ്യത്താണ്. ഈ ആത്മാവ് ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഈ ശരീരത്തിന്റെ പേര് തന്നെ മാറി അത് മയ്യത്ത് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ജീവിതം പകൽ അവസാനിച്ച് അതിനുണ്ടാകുന്ന ഉറക്കം, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച പേര് മരണം എന്നാണ്. തവഫ യതവഫ,
പൂർത്തിയാവുക എന്നാണ്. ജീവിതം പൂർത്തിയായി, ഒരു മരണം പോലെ ഒരു ഉറക്കം. പകലിൽ എന്തൊക്കെ ചെയ്തോ അതെല്ലാം അള്ളാഹു അറിയുന്നവനാണ്. ജറഹ എന്ന പദം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു മുറിപ്പെടുത്തൽ പോലെ ഒരു മുദ്രവെക്കലാണ്. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഇവിടെ മുദ്രവെക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിന്റെയും അടയാളങ്ങളും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും, അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഓരോന്നും, ഓരോ ചെറുതും വലുതുമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിലെത്തും. തീർച്ചയായും അങ്ങനെ പറയാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ ആധുനിക ശാസ്ത്രവും വരെ ഈ ഭൗമാന്തരീക്ഷത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും ഒപ്പിയെടുക്കാനാവും എന്നതിലേക്കുള്ള സൂചനകൾ തരുമ്പോൾ നമ്മൾ ഈ ജീവിച്ച ജീവിതം അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയാവും. ഇവിടെ നിന്നത് സാക്ഷിയാവും, ഈ സ്ഥലം അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയാവും. ഓരോ സുജൂദിന്റെയും സ്ഥലങ്ങളും റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാവും. ഓരോ അവയവങ്ങളും റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ അതെല്ലാം അതിന്റെ നന്മയും അതിന്റെ തിന്മയും പറയും. ഓരോന്നും അതിന്റെ നന്മയും അതിന്റെ തിന്മയും പറയും. അതുകൊണ്ടാണ് നാവ് കൊണ്ടല്ല പറയുന്നത്, മറിച്ച് എന്തുകൊണ്ടാണ്? ശരീരം കൊണ്ടാണ്. നാവിനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സീൽ വെക്കും, എന്നിട്ട് അവന്റെ കൈകൾ കൊണ്ട് സംസാരിപ്പിക്കുകയും കാലുകൊണ്ട് സാക്ഷി നിർത്തുകയും ചെയ്യും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും അധികം അക്കാര്യത്തിൽ കൂടുതൽ സാക്ഷി പറയുന്നത് അവന്റെ തുടയലുകളായിരിക്കും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അതാണ് ജറഹ എന്ന പദത്തിന്റെ അർത്ഥം. വയഅലമു മാ ജറഹ്തും ബിന്നഹാരി തുമ്മ യബ്അസുകും ഫീഹി. പിന്നെ അവനെ ആ പകലിൽ തന്നെ അവൻ ഉണർത്തുന്നു. ലിയഖ്ളാ അജ്ലൻ മുസമ്മാ, ഒരു പറയപ്പെട്ട തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ പേര് വെക്കപ്പെട്ട നിശ്ചിതമായ ഒരു അവധിയെ പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്നയാൾ ഇന്ന സമയം വരെ, ഇന്ന മുഹൂർത്തത്തിലെ ഇന്ന സെക്കൻഡ് വരെയാണ് ജീവിക്കുക എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യനെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ജിനോം പ്രോജക്റ്റ് വായിച്ചെടുക്കുമ്പോ അതിലെ ഈ ജീന് സംബന്ധമായ പഠനങ്ങൾ നടത്തുമ്പോൾ ആധുനിക ശാസ്ത്രവും പറയുന്നത് മനുഷ്യന്റെ മരണത്തിന്റെ ആ ദിവസം തന്നെ അതിന് ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും ഒരു സെൽ ഡെത്ത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരു സെൽ ഡെത്ത്. അപ്പൊ എല്ലാം നിശ്ചിതാണ്, അതിവിടെ തന്നെ എഴുതി വെക്കപ്പെടുന്നുണ്ട്. മനുഷ്യന്റെ ജീനുകളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നതും അത് വായിച്ചെടുക്കാൻ ആവുമെന്നുമാണ് ആധുനിക ശാസ്ത്രം ഒരല്പം അഹങ്കാരത്തോടെ പറയുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2001 ജിനോം പ്രോജക്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് നാം ദൈവത്തിന്റെ ഭാഷ കണ്ടെത്തി എന്നാണ്. നാം ദൈവത്തിന്റെ ഭാഷ കണ്ടെത്തി. നാം ഇനി ജീവനെക്കുറിച്ച് പഠിക്കാനും ജീവനെ ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നാണ്. ജീവന്റെയും മരണത്തിന്റെയും ഉടമസ്ഥൻ ആര് തന്നെയാണ്? അള്ളാഹു തന്നെയാണ്. ജീവിപ്പിക്കാനും മരിപ്പിക്കാനുമുള്ള അധികാരം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. We have found a language in which God created life. ജീവിതം, ദൈവം എന്താണോ ജീവനെ സൃഷ്ടിച്ചെടുത്ത് എന്ത് ഭാഷയാണോ ആ ലാംഗ്വേജ്, ആ ഭാഷ നാം കണ്ടെത്തി എന്നാണ് അന്ന് എനിക്ക് തോന്നുന്നത് ക്ലിന്റൺ പറഞ്ഞു വെച്ചത്. പക്ഷെ അത് വായിക്കാനാകും എന്നിടത്തേക്ക് ശാസ്ത്രം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മരണം എവിടെ നിൽക്കുന്നു എന്ന് പറയാനാകുമെന്നാണ് അവർ പറയുന്നത്. എന്നാലും ഖുർആന്റെ വർത്തമാനം ശരിയാണ്. അജലും മുസമ്മയാണ്, പേര് വച്ച് കൊത്തിവെക്കപ്പെട്ട ഒരു ദിവസം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മുസമ്മയാണ് എന്ന് പറഞ്ഞാൽ പേര് വെക്കപ്പെട്ടതാണ്. അങ്ങനെ പേര് വിളിക്കപ്പെട്ട ഒരു ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കപ്പെട്ട ഒരു ദിവസം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എവിടെ എഴുതി എന്നുള്ളത് അവർ കണ്ടെത്തട്ടെ. ഏതായാലും അങ്ങനെ ഒരു നിമിഷവും ഒരു ദിവസവും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഉണ്ട് എന്ന കാര്യം സുനിശ്ചിതമാണല്ലോ. ആ അവസ്ഥയിൽ നിന്ന് ഒരു തിരിച്ചുപോക്കോ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവോ ഇല്ലാത്ത വിധം അള്ളാഹു ആ നിമിഷത്തിൽ തന്നെയാണ് മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നത്. തുമ്മ ഇലൈഹി മർജിഉക്കും, പിന്നെ നിങ്ങളെ അങ്ങോട്ട് മടക്കും. തുമ്മ യുനബ്ബിഉക്കും ബിമാ കുൻതും തഅലമൂൻ, പിന്നെ
നിങ്ങൾ എന്തൊക്കെയാണോ ഭൂമിയിൽ ചെയ്തത് അതിനെയൊക്കെ കുറിച്ചുള്ള വിചാരണകളും നടക്കും. ഇത് പറയാൻ പ്രവാചകന്മാർ വന്നിട്ടേ ഉള്ളൂ. ഇത് പോയി അതിന് തിരിച്ചു വന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തെല്ലാ പ്രവാചകന്മാരും ഈ വർത്തമാനം പറഞ്ഞവരാണ്. എല്ലാവരും ഭൂമിയിൽ വന്ന മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ മതാചാര്യന്മാരും പറഞ്ഞത് ഇങ്ങനെ ഒരു ലോകം നാളെ ഉണ്ട് എന്നാണ്. എല്ലാ പ്രവാചകന്മാരും ലോകത്ത് വന്ന എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇങ്ങനെയുള്ള സൂചനകൾ തന്നു. സ്വർഗേ ലോകേന ഭയം കിഞ്ചനാസ്തി, സ്വർഗലോകത്ത് ഒരു ഭയമില്ല, പിന്നെ ഇന്ന തത്രം നീ തന്നെ അവിടെ ഇല്ല, അതായത് മരണമില്ല, അവിടെ പിന്നെ വിശപ്പില്ല, അവിടെ ദാഹമില്ല എന്ന് ഉപനിഷത്തുകൾ പറയും. വിശപ്പും ദാഹവും ഒന്നുമില്ലാത്ത ജരയാഭിഭേദി എന്ന് പറയുന്നുണ്ട്, അതായത് വാർദ്ധക്യമില്ലെന്ന്. അപ്പൊ വയസ്സാവൂല എന്നാണ്. 30 വയസ്സിന്റെ പ്രായത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് സ്വർഗലോകത്തുണ്ടാകുന്നത് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അവിടെ യൗവനത്തിന്റെയും യുവത്വത്തിന്റെയും തുടിപ്പുകളോടുകൂടെ ജീവിക്കാനാവുന്ന ഒരു കാലമാണ് അത് എന്നാണ്. അവിടെ പ്രത്യേകമായ വ്യത്യാസം ആർക്കുമില്ലാത്ത വിധം മനോഹരമായ ഒരു കാലം എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്നത്. ഓരോ ആയത്തുകളും മനോഹരമാണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അവിടെ വൃദ്ധന്മാരില്ല എന്നാണ്. വയസ്സായ ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല എന്നല്ല, വയസ്സായവനും പ്രവേശിച്ചാൽ അവൻ ആരാകുമെന്നാണ്? അവൻ യുവാവാകും. കാരണം ഏതിലും ഒരു കാര്യമുണ്ട്, ഒരു വയസ്സനെ അത് മനസ്സിലാവുള്ളൂ. അതായത് അവൻ യുവാവാവെന്ന് പറഞ്ഞാൽ തന്നെ മതി, ഇന്നും സ്വർഗത്തിൽ തന്നെ പോകണമെന്ന് ആലോചിക്കും. കാരണം അതൊരു ഒരു വയസ്സായ ഒരു മനുഷ്യന്റെ, എനിക്കിപ്പോ ഒരു 18 വയസ്സാകണമെന്ന് പറയുകയാണെങ്കിൽ എന്ത് രസമാണ് അത്. നിങ്ങൾക്ക് 18-ാം വയസ്സിന്റെയും 20-ാം വയസ്സിന്റെയും ഒരു രസം തോന്നുന്നുണ്ടാവില്ല. ഇപ്പൊ തോന്നുന്നുണ്ടാവുക എങ്ങനെയെങ്കിലും ഒരു ഈ എൻട്രൻസ് ഒന്ന് പാസ്സായി കിട്ടിയെങ്കിൽ, എങ്ങനെയെങ്കിലും ഒരു MBBS കഴിഞ്ഞിട്ടെങ്കിൽ എന്നാണ്, പിന്നെ എങ്ങനെയാലും ഒരു വിവാഹമൊക്കെ ഒന്ന് കഴിച്ചിട്ടെങ്കിൽ എന്നാണ്. പക്ഷെ ഇതെല്ലാം കഴിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടൊരു ആലോചന ഉണ്ടാവും. അതായത് എല്ലാം കഴിയുമ്പോഴാണ് പിന്നെ ഒരു ചിന്ത ഉണ്ടാവുക, പഠിച്ചവനെ അന്ന് സ്വപ്നം കാണാൻ കഴിഞ്ഞിരുന്നു, ഇന്നോ എല്ലാ സ്വപ്നം എന്ത് ചെയ്തു, മരിച്ചുപോയി, ഒരു സ്വപ്നമില്ല. അപ്പോ അതായത് ഇങ്ങോട്ട് പോരാനാണ് പിന്നെ ഏത് മനുഷ്യനും ആഗ്രഹിക്കുക. അതാണ് അലാ ലൈത യഊദു യൗമൻ, ഒരു ദിവസം തിരിച്ചു വരുമായിരുന്നുവെങ്കിൽ ഫഉഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു, ഈ വാർദ്ധക്യം എന്റെ ജീവിതത്തിൽ ചെയ്തു പോയത് എന്തൊക്കെയാണ് എന്ന് ഞാൻ അതിനോട് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഓരോ ദിവസത്തിന്റെയും ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ അതിനോട് പറയുമായിരുന്നു. വാർദ്ധക്യത്തിന്റെ വൈയായിക, വാർദ്ധക്യത്തിന്റെ നിസ്സഹായത, വാർദ്ധക്യത്തിന്റെ ദൗർബല്യം, അതിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടായിത്തീരുന്നതൊക്കെ കാണുമ്പോൾ ഒരു തിരിച്ചുവരവിനെ കുറിച്ച് ആരും ആലോചിക്കും. അവിടെ ഏറ്റവും മനോഹരമായ ഒരു കാലമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്യുന്നത്. 30 വയസ്സുകൾ എന്ന മനോഹരമായ യൗവനത്തിന്റെയും യുവത്വത്തിന്റെയും കാലത്താണ് സ്വർഗത്തിൽ ഒരാളുണ്ടാവുക എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. അതുകൊണ്ടാണ് ഒരു വൃദ്ധയെ കണ്ടപ്പോ വൃദ്ധ സ്വർഗത്തിലില്ല എന്ന് റസൂല് പറയുകയും ആ സ്ത്രീ അവിടെ നിന്ന് കരയുകയും ചെയ്തപ്പോ നബി തിരുമേനി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അത് ഞാൻ ഉദ്ദേശിച്ചത് വയസ്സായവരാരും സ്വർഗത്തിലുണ്ടാവില്ല, എല്ലാ വയസ്സന്മാരും സ്വർഗത്തിലെത്തുന്നതോടുകൂടെ തന്നെ പ്രായം കുറഞ്ഞവരായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അതാണ് തുമ്മ ഇലൈഹി മർജിഉക്കും, നിങ്ങളുടെ മടക്കമൊക്കെ അങ്ങോട്ടാണ്. തുമ്മ യുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് വ്യക്തമാക്കി തരും. അതാണ് എന്തും അവിടെ വിശദീകരിച്ചു തരും. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അവൻ അല്ലാഹു അൽ ഖാഹിറു ഫൗക ഇബാദിഹി, അവനവന്റെ അടിമയുടെ മേൽ ആധിപത്യമുള്ളവനാണ്. മരണത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു ആയിരിക്കെ പിന്നെ ഇതിനേക്കാൾ വലിയ ആധിപത്യം ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? മരണത്തിന്റെ ആധിപത്യം ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യിലാണ്. മരിക്കണമെന്ന് തീരുമാനിച്ചാൽ പോലും മരിക്കണമെന്നില്ല. എത്ര ആത്മഹത്യകൾ പിന്നെ രക്ഷപ്പെടലിലേക്ക് വഴുതി വീണിട്ടുണ്ട്. ഒരാൾ മരിക്കാൻ വേണ്ടി 10 നിലയുടെ മുകളിൽ ചാടുന്നു. അയാൾ നേരെ താഴോട്ട് ചാടുമ്പോ അയാൾ ഈ സ്പോഞ്ചുകൾ കൊണ്ടുപോകുന്ന കിടക്കുകൾ, മെത്തകൾ കൊണ്ടുപോകുന്ന ഒരു ലോറിയിലേക്ക് തന്നെ ചാടുന്നു. അയാൾ അവിടെ നിന്ന് നേരെ
പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. ഈ 3 ചാട്ടത്തിന്റെ ഇടയും അയാൾക്ക് യാതൊരു ശാരീരികമായ പ്രശ്നം ഉണ്ടാവുന്നില്ല. സ്വിമ്മിംഗ് പൂളിൽ എത്തുന്നതോടുകൂടെ നീന്തൽ അറിയുന്ന അയാൾ രക്ഷപ്പെടുന്നു. അയാൾ എവിടെ നിന്ന് ചാടി, എവിടെ വന്നു, എവിടെ പോയി? ആലോചിച്ച് നോക്കി. ഇതുണ്ടായതാണ്. അപ്പൊ അയാൾ ആത്മഹത്യ ചെയ്യാനാണ് ചാടിയത്. പക്ഷെ അയാളുടെ അജൽ മുസമ്മ അള്ളാഹു എന്ത് ചെയ്തില്ല? അപ്പോൾ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ചിലർ പിന്നെ വർഷങ്ങളോളം ജീവിക്കാൻ ആരംഭിക്കുന്നു. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അവസാനിച്ചു പോകും. ഒരു പ്രഗത്ഭനായ വൈമാനികൻ ഡൽഹി വിമാനത്താവളത്തിൽ തന്റെ വിമാന തകരാറുകൾക്കിടയിലും വളരെ ഭദ്രമായി ഒരു ഗ്രാമത്തെ പോലും തൊടാതെ പതുക്കെ കൊണ്ടുവന്ന് കൃത്യമായി ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. വൈമാനികന്റെ ധീരതയും അദ്ദേഹത്തിന്റെ മാനസികമായ വലിപ്പവുമെല്ലാം അന്ന് പത്രവും മാധ്യമങ്ങളും എല്ലാം കൃത്യമായി പറഞ്ഞു വച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വൈമാനികൻ തന്നെ തന്റെ പിന്നെ താമസ സ്ഥലത്തേക്ക് കാറിൽ പോകുമ്പോൾ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് മരിച്ചു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി. വിമാനം എഞ്ചിൻ തകരാറിലായി. അത് കൊണ്ടുവന്ന് വളരെ ഭദ്രമായി കൊണ്ട് പിന്നെ ഡൽഹി വിമാനത്താവളത്തിൽ ഭദ്രമായി ക്രാഷ് ലാൻഡ് ചെയ്യാൻ മാത്രം മാനസിക തന്റേടം കാട്ടിയ അതേ വ്യക്തി അതിനേക്കാൾ ഭയാനകമാം വിധം മരിച്ചു പോകുന്നു. 2 ആഴ്ച. അജലു മുസമ്മ എവിടെയായിരുന്നു? അപ്പൊ മരണം എന്നതിനെ ആർക്കും നിശ്ചയിക്കാനാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എവിടെയാണ് എന്നതല്ല, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെ നിങ്ങളായാലും മരണം നിങ്ങൾക്ക് സന്നിഹിതമാകും. വലൗ കുന്തും ഫീ ഖുറൂജിൻ മുശയ്യദ, ഒരുപക്ഷെ നിങ്ങൾ കൂട്ടിലടക്കപ്പെട്ട വളരെ ഭദ്രമായ ഒരു കൊട്ടാരത്തിൽ നിങ്ങൾ അടക്കപ്പെട്ടാലും ശരി, അവിടെയും മരണം വരും. വഇൻ തുസിബഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്, അവർക്ക് എന്തെങ്കിലും നന്മ വന്നാൽ അവർ പറയും ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന്. വഇൻ തുസിബഹും സയ്യിഅത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, അവർക്ക് എന്തെങ്കിലും തിന്മ വന്നാൽ അപ്പോൾ നിങ്ങളാണ് കാരണക്കാരെന്ന് പറയുകയും ചെയ്യും. ഇത് റസൂലിനോടുള്ള അഭിസംബോധനയാണ്. അപ്പൊ അവിടെ മരണം ഏതവസ്ഥകളിലും വരാം. എവിടെ ഒളിച്ചിരുന്നാലും മരണം സംഭവിക്കും. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അതെ അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവൻ അൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവന്റെ അടിമകൾക്ക് മേൽ അവൻ കൃത്യമായി അധികാരമുള്ളവനാണ്. വയുർസിലു അലൈക്കും ഹഫലതൻ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റസുലുനാ വഹും ലാ യുഫർരിതൂൻ. വയുർസിലു അലൈക്കും ഹഫല, നിങ്ങൾക്ക് മേൽ അല്ലാഹു ഹാഫിലീങ്ങളായ മലക്കുകളെ അയക്കും. ഓരോ മനുഷ്യനും ഹാഫിലീങ്ങളായ മലക്കുകളുണ്ട്, മുഅഖിബാത്തുണ്ട്. ഓരോരുത്തർക്കും അവരവരെ സൂക്ഷിക്കാൻ അല്ലാഹു മലക്കുകളെ അയച്ചിട്ടുണ്ട്. മരണാവസ്ഥകളിലും ആ സമയത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളെ അയക്കും. അവിടെയാണ് ഈ നല്ല മലക്കുകളുടെ വരവ് കണ്ടിട്ട് ആസ്വാദ്യത്തോടുകൂടെ പിന്നെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വെച്ചത്. ആരാണവർ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. إن الذين قالوا ربنا الله, നിശ്ചയം ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചവർ, ثم استقاموا, പിന്നെ ആ പ്രഖ്യാപനത്തിന്റെ ആത്മാവിനെ നിലനിർത്തിയവർ, ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ദീനിൽ അർപ്പിതമായ മനസ്സോടെ ജീവിച്ചവർ, ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും റബ്ബിന്റെ തൃപ്തിയേക്കാൾ വലുതായ മറ്റൊന്നിനെയും കാണാതെ നിന്നവർ, ഇസ്തിഖാമത്ത് ചെയ്തവർ. ഇസ്തിഖാമത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെ അഡ്ജസ്റ്റ് ചെയ്യലല്ല, ഇസ്തിഖാമത്ത് ചെയ്യലാണ്. വീട്ടിലെ കല്യാണത്തിന് എന്ത് പരിപാടിയുമാകാം എന്ന് വരുന്നിടത്തല്ല, അല്ലെങ്കിൽ ജീവിതത്തിലെ നമ്മുടേതായ കാര്യങ്ങളിൽ എന്തുമാവാം എന്ന് വരുന്നിടത്തുമല്ല, മറിച്ച് എന്തിനും ഇസ്തിഖാമ ചെയ്യുന്നവർ. അല്ലാഹു മുസ്തഖീമിങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അതാണ് ആ ഇസ്തിഖാമക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്,
അവസാന കാലത്ത് എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നന്നായി കനൽ കയ്യിൽ പിടിച്ചാൽ ഉണ്ടാകുന്ന അസഹ്യമായ വേദന അനുഭവിക്കലാണ്. ആ സമയത്ത് എന്റെ സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവനാണ് മംഗളം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്ത്? അവസാന ഘട്ടം വരുമ്പോൾ എന്റെ സുന്നത്തുകളെ കുറിച്ച് ആളുകൾ മോശമായി പറയണം. എന്താടോ താടി വെച്ചത് അല്ലെ? അതൊരു വയസ്സൻ ലുക്ക് ഉണ്ടാക്കിയില്ലേ? ഭാര്യ വരെ എല്ലാം ക്ലീൻ ചെയ്യണം. എന്താ കാരണം? വയസ്സൻ ലുക്ക് ഉണ്ടാവും. അതുകൊണ്ട് താടി വെക്കണ്ട, അത് സുന്നത്ത് റസൂലാണ്. എന്തേ തൊപ്പി വെച്ചത്? അതൊരു വയസ്സൻ ലുക്ക് ഉണ്ടാക്കൂലേ? അതുകൊണ്ട് മാറ്റി വെക്കണം, അത് സുന്നത്ത് റസൂലാണ്. ജീവിതത്തിലെല്ലാം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഓരോ ചര്യയും, ആ ചര്യകളൊക്കെ എടുക്കുമ്പോൾ ഇതേ ആക്ഷേപങ്ങൾ വന്നേക്കാം. അപ്പൊ ആ ആക്ഷേപങ്ങളെ പിന്നെ തരണം ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. അപ്പൊ പിന്നെ അവിടെ അവൻ ചെയ്യുന്ന അതിനെതിരായ പോരാട്ടത്തെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചത് കനലുകൾ കയ്യിൽ പിടിച്ചാൽ എത്ര വേദനയുണ്ടാകുമോ ആ വേദന ആ കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് ഹബീബായ റസൂലുള്ളാഹി. കനൽ കയ്യിൽ പിടിച്ചാൽ വേദന ഉണ്ടാവും. അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നവർക്കാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സഹോദരന്മാർ എന്ന് റസൂൽ വിളിക്കുന്നുണ്ട്. എന്റെ സഹോദരന്മാർ, അതാണ് റസൂൽ എന്റെ സഹോദരന്മാരായ അവരെ കാണാൻ എനിക്ക് മോഹം തോന്നുന്നു എന്ന് പറയുമ്പോൾ നബിയെ ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരന്മാർ എന്ന് സ്വഹാബാക്കൾ പറയുമ്പോഴാണ് അല്ല, അവസാന കാലത്ത് എന്റെ സുന്നത്തുകൾ മരണമടയുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്റെ വിശുദ്ധമായ ചര്യകൾ മുറുകെ പിടിക്കാനും അതിനെ ഹയാത്താക്കാനും വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്റെ സഹോദരന്മാർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഒരു സുന്നത്ത് പിടിച്ചാൽ റസൂലുള്ളാഹിയുമായുള്ള ബന്ധത്തിൽ സാഹോദര്യം കൂട്ടല അല്ലെ? ഒരു സുന്നത്ത് അതാണ് താടി, തൊപ്പി, തലമറക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? തലമറക്കൽ ഒരു സുന്നത്താണ്. ഓരോ സമയവും മുഹമ്മദ് നബിയുടെ സുന്നത്തിനെ കുറിച്ച് ആലോചിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിൽ സുന്നത്ത് ബിസ്മി ചൊല്ലണം. വീട്ടിൽ കയറുമ്പോ സുന്നത്ത് ബിസ്മി ചൊല്ലണം. വീട്ടിൽ കയറുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയണം. വീട്ടിൽ ആരുമില്ലെങ്കിലും അസ്സലാമു അലൈക്കും പറയണം. കാരണം അങ്ങനെ സലാം ചൊല്ലി വീട്ടിൽ കയറുമ്പോ ആ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരാൾ വീട്ടിലേക്ക് ബിസ്മി ചൊല്ലി സലാം ചൊല്ലി കയറിയാൽ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറിയാൽ ആ വീട്ടിലുള്ള ശൈത്താൻ ഇങ്ങനെ പറയുമെന്നാണ്, ലാ മബീതലന, നമുക്കിനി ഇവിടെ രാപ്പാർക്കാനാവൂല, കാരണം ഇവിടെ കടന്നു വന്നവൻ സലാം കൊണ്ടാണ് തുടങ്ങിയത്, അതുകൊണ്ട് ഇന്ന് രാത്രി വേറെ ഏതെങ്കിലും വീട് അന്വേഷിച്ച് പോകാം എന്ന് ശൈത്താൻ പറയുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഇങ്ങനെ ശൈത്താൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് എന്നാ പിന്നെ ഇവിടെ വല്ല പണി നടക്കൂലെന്ന് തോന്നുന്നു, എന്നാ പോവാന്ന് വെച്ച് സിഗരറ്റ് വലിച്ചിട്ട് വേറെ അടുത്ത് പോവും എന്ന അർത്ഥത്തിലല്ല. അതിന്റെ അർത്ഥം അസ്സലാമു അലൈക്കും പറഞ്ഞു ചെല്ലുന്ന വീടിന്റെ മാനസികാവസ്ഥ നന്നാവും അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പറയുമ്പോ, കൊച്ചുമക്കളോട് പറയുമ്പോ, പിന്നെ സ്വന്തം മക്കളോട് പറയുമ്പോ സലാം ചൊല്ലി അങ്ങ് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതിന് പകരം എടുത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കയറി ചെല്ലുന്ന അവസ്ഥ, അതുണ്ടാക്കുന്ന മറ്റൊരു അന്തരീക്ഷമുണ്ട്. ഇത് രണ്ടും മറ്റേത് പകയും വിദ്വേഷവും കുഴപ്പവും പ്രശ്നവും ഓടാൻ തുടങ്ങണം. ഭാര്യ അപ്പോഴേക്കും വരാണ്, ദാ കണ്ടില്ല ലിസ്റ്റ്, പിന്നെ കറണ്ട് ചാർജ് പിന്നെ മറ്റേ ചാർജ് ഇത് കേൾക്കുമ്പോഴേക്കും പിന്നെ അവൻ ഒന്നും കൂടി വെള്ളം കുടിച്ചിട്ട് പിന്നെ ആ ഗ്ലാസ് എടുത്ത് ഒരൊറ്റയറാണ്. അവിടെ നിന്ന് ആകെ വിദ്വേഷവും കലാപവും പ്രശ്നവും ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അതേസമയം അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അവിടുന്ന് പിന്നെ ഏത് ശൈത്താനാ ഉണ്ടാവാ? അപ്പൊ പറയും ലാ മബീതലന, ഇന്ന് ഈ രാത്രി ഇവിടെ പാർക്കേണ്ടതില്ല, നമുക്ക് പോകാം എന്ന് ശൈത്താൻ പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാരണം ആ സലാം അതോടെ അവിടെ ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നന്മ അത്രമേൽ വലുതാണ്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഓരോ സുന്നത്ത് നമ്മൾ എടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വലിപ്പം അതാണ്. നിങ്ങൾ ഏത് പരിഹാര മാർഗമാണ് ജീവിത പ്രശ്നങ്ങളിൽ കാണുന്നത്? ഈ റസൂലിന്റെ ജീവിതത്തെക്കാൾ, ഈ റസൂലിന്റെ തിരുസുന്നത്തിനേക്കാൾ ഏത് മാർഗത്തിലൂടെയാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടത്? സലാം ചൊല്ലി കയറുമ്പോ വീട്ടിലുണ്ടാകുന്ന നന്മ, പിന്നെ കൊച്ചുമക്കളെയും ഭാര്യയെയും സ്നേഹത്തോടെ കാണുമ്പോൾ വീട്ടിലുണ്ടാകുന്ന ആ ഒരു സമാധാനം, ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്ന
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി, ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദവും സമാധാനവും, ഇതിലെല്ലാം റസൂൽ കാട്ടിത്തന്ന ചര്യകൾ, ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ സമ്പത്ത് കൊണ്ട് നേടാനാവാത്തതാണ് അല്ലെ? സമ്പത്ത് കൊണ്ട് നേടാനാവാത്തതാണ് ഈ സമാധാനം. എത്ര സമ്പന്നർ സമ്പത്തുകൾക്ക് വേണ്ടി മാത്രം, സമ്പത്തുകളുടെ തൂക്കം മാത്രം നോക്കി വിവാഹം കഴിച്ചതിന്റെ 2-ാം മാസമോ 1-ാം മാസമോ പിരിച്ചുവിടേണ്ടി വരുന്നില്ലേ? എന്നാൽ ഈമാന് കൊണ്ട് മാത്രം ബന്ധിതമായ ഹൃദയങ്ങളോ അത് നിരന്തരമായി ജീവിക്കുന്നു. ഓരോ ജീവിതവും, ഓരോ ദിവസത്തിന്റെയും ജീവിതം ഒരു സുന്ദരമായ ഒരു ചരിത്രമായി മാറും വിധം ജീവിക്കുന്നു. അവിടെ എന്തില്ല? സമ്പത്തില്ല, സമ്പത്തിന്റെ ആവശ്യവുമില്ല. സമ്പത്ത് പ്രധാനമേ അല്ല. സമ്പത്ത് പോകാനുള്ളതല്ലേ? ആർക്ക് വേണം ഈ സമ്പത്ത്? ഈ ഭൂമി മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ കണ്ടത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വലിപ്പമേ ഉള്ളൂ എന്നാണ്. പിന്നെ ഈ ഭൂമിയിലെ ഏതോ ഒരു മൂലയിലെ ഏതോ കുറഞ്ഞത് മാത്രം കയ്യിലുള്ളവൻ സമ്പന്നനാണ് എന്ന് അഹങ്കരിച്ചിട്ട് എന്ത് കാര്യം? അതായത് പടച്ചവന് ഈ ഭൂമിയോട് എന്തെങ്കിലും വലിപ്പം തോന്നിയിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു കാഫിറിന് പോലും ജീവിതം അള്ളാഹു കൊടുക്കില്ലായിരുന്നു എന്ന് ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരസ്യമായി ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്തവനെ ഭൂമിയുടെ വെള്ളവും ഭൂമിയുടെ വായുവും ഭൂമിയുടെ സൗകര്യങ്ങളും കൊടുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നു എന്നതിനർത്ഥം ഭൂമി അള്ളാഹു അങ്ങനെയെ കാണുന്നുള്ളൂ എന്നതുകൊണ്ടാണ് എന്ന്. ഭൂമി എങ്ങനെ പടച്ചവൻ കാണുന്നു? ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നിമിഷം പോലും ഇവരെ ജീവിപ്പിക്കില്ലായിരുന്നു എന്ന്. ആരെ? അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിക്കുന്നവനെ, റബ്ബിന്റെ കൽപ്പനകൾക്കെതിരായി ജീവിക്കുന്നവനെ. അപ്പോ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ എല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളായാൽ ഇതെല്ലാം ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞ ആയത്തിന്റെയും അർത്ഥം. പിന്നെ അവർ ഇസ്തിഖാമ ചെയ്തു, നിരന്തരമായി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ തന്നെ ജീവിച്ചു. എന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് മേൽ മലക്കുകൾ വരും. എന്നിട്ട് ആ മലക്കുകൾ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയോ നിങ്ങൾ ഭയക്കുകയോ വേണ്ട. ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നലകളിൽ, കഴിഞ്ഞുപോയ ഇന്നലകളിൽ ഉണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് ദുഃഖിക്കണ്ട. ഭയക്കണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വരാനിരിക്കുന്ന ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിലും ഭയക്കേണ്ടതില്ല. ഭയാനകമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാവി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മലക്കുൽ മൗത്തായ അസ്റായിൽ വന്നു നിൽക്കുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സുന്ദരമാണ് നീ ഇപ്പോ എന്റെ മുമ്പിൽ, പക്ഷേ നീ സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ എങ്ങനെ ചെല്ലുന്നു എന്ന് കാണാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ ഭീകരമായ രൂപം കൊണ്ടു അസ്റായിൽ അലൈഹിസ്സലാം. ആ രൂപത്തിന്റെ മുമ്പിൽ ഒന്നു നോക്കാൻ പോലും ആവാതെ ബോധരഹിതനായി വീണു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഏത് ഇബ്രാഹിമാണ് അഗ്നികുണ്ഡത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സഹായം വേണമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്റെ റബ്ബിന്റെ തീരുമാനം ഇതിൽ വെന്തരിയലാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയാൻ തന്റെ ഇടം കാട്ടിയ ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഇബ്രാഹിമിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണത്തിനായി വിടുന്ന ഈ മലക്കിന്റെ മുമ്പിൽ, അതിന്റെ ഭീകര രൂപത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ബോധരഹിതനായി വീണത് എന്നാണ്. അത്രമേൽ ഭീകരമായിരിക്കും എന്നാണ്. മുഅ്മിനീങ്ങളുടെ മുമ്പിലോ സുന്ദരമായ രൂപത്തിലായിരിക്കും, സുന്ദരമായ രൂപത്തിൽ. ആ മുഖം കാണുമ്പോഴേക്കും സന്തോഷത്തോടെ നിൽക്കും എന്നാണ്. അതുകൊണ്ടാണ് ഹബീബ് തന്നെ പറയുന്നുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നത് കാണാം, സമയമെടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ പോകണം, കാരണം ഹാദൽ മലക്കു യസ്തഅ്ദിനു അലയ്യ, ഈ മലക്ക് എന്നോട് അനുവാദം ചോദിച്ചു നിൽക്കുന്നുണ്ട് എന്ന്. എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു റസൂൽ. എന്നിട്ട് പറഞ്ഞു, അസ്രായീൽ എന്നോട് അനുവാദം ചോദിക്കാൻ വന്നിട്ട്. അങ്ങനെ ഒരു അനുവാദം മുഹമ്മദ് നബിയോട് ചോദിക്കപ്പെട്ടതുപോലെ ഓരോരുത്തരും ചോദിക്കും എന്നൊന്നും വിചാരിക്കണ്ട. ഒരു അനുവാദം ഉണ്ടാവില്ല. ഡോറ് മുട്ടി കടന്നു വന്നാൽ പിന്നെ ആരോടും ചോദിക്കാതെ അതിഥി തന്റെ കാര്യം നടപ്പിലാക്കി തിരിച്ചു പോകും. നോ കമന്റ്. ഒരഭിപ്രായവും പറയാൻ അസ്രായിലിനോട് സാധിക്കൂല. പക്ഷേ ഹബീബായ റസൂലിന്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അസ്രായേൽ ഇസ്തഅ്ദന, അനുവാദം ചോദിച്ചു. നബിയെ, അങ്ങയുടെ അനുവാദമുണ്ടെങ്കിലാകാം, ഇല്ലെങ്കിൽ പിന്നെയാകാം. അതൊരു മര്യാദയാണ്, ഇത്രയേ ഉള്ളൂ മര്യാദ. ആ മര്യാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അവിടെ അങ്ങനെ വരാം, സുന്ദരമായ രൂപത്തിൽ വരാം. മുഅ്മിനീങ്ങളുടെ മുമ്പിൽ അങ്ങനെ സുന്ദരമായ രൂപത്തിലാണ് വരിക. ഞാൻ പറഞ്ഞല്ലോ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ചരിത്രത്തിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശേഷം ഇസ്ലാമിക ചരിത്രത്തിലെ ഭരണകൂടങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അതുല്യ പ്രതിഭയാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അമവി ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം ഖിലാഫത്ത് അനുസൃതമായ സ്വഭാവത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അമവിയാക്കളൊക്കെ രാജാക്കന്മാരാണ്, മുലൂക്കിയത്ത് കൊണ്ടുവന്നാണ്. പക്ഷെ ആ മുലൂക്കിയത്തിന്റെ ഇടയിലാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ വന്നത്. മഹാനവർകൾ ആ നാടിനെ മുഴുവനും ഖിലാഫത്തിന് വേണ്ടി ബൈഅത്ത് ചെയ്യിപ്പിച്ചതിനു ശേഷം ഖലീഫയായിട്ടാണ് മഹാനവർകൾ ജീവിച്ചത്. പക്ഷെ ആ ഖലീഫ തങ്ങളുടെ വലിയ വിശാലമായ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സമ്പത്തല്ല ജീവിക്കാൻ എടുത്തത്, മറിച്ച് തന്റെ ജീവിതത്തിന് വേണ്ടി തൊപ്പി തുന്നിയും ചെരുപ്പ് കുത്തിയും ജീവിച്ചു ആ മഹാൻ. വിശാലമാണ് ഇസ്ലാമിക പ്രദേശം. നമ്മളിപ്പോ കാണുന്ന സൗദി അറേബ്യ അല്ല നിങ്ങൾ അന്ന് പറയപ്പെടേണ്ട ഇസ്ലാമിക പ്രദേശം. സൗദി അറേബ്യ അല്ല, ഇങ്ങകലെ ചൈനയുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും അങ്ങകലെ യൂറോപ്പിന്റെയും അറ്റത്ത് റഷ്യ, ചൈനയുടെ അതിര്, ഇന്ത്യൻ അതിർത്തികൾ, അങ്ങനെ യൂറോപ്പിന്റെ അതിർത്തികളിലേക്കൊക്കെ വിശാലമായി നിൽക്കുന്ന, മധ്യേഷ്യ കടന്നു നിൽക്കുന്ന പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യം. ആ മഹാസാമ്രാജ്യത്തിന്റെ അധിപനാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മഹാനവറുകൾ പറയുന്നതായി മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നത് കാണാം. മക്കളോടും സഹോദരിയോടും പറയുന്നുണ്ട്, പോകണം, ഞാൻ നല്ല കുറെ മുഖങ്ങൾ കാണുന്നുണ്ട്. ആ മുഖങ്ങൾ മലക്കുകളാണ്, മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത മലക്കുകളാണ്. ആ മഹാൻ അവസാനം ഓതിയ ആയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന ആയത്താണ്. തിൽക്കദ്ദാറുൽ ആഖിറ, നാളത്തെ പാരത്രിക ജീവിതം, ലില്ലദീന ലാ യുരീദൂന നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കാതെ, ഭൂമിയിൽ വലിപ്പമുണ്ടാകാൻ ആഗ്രഹിക്കാതെ ജീവിച്ച മുത്തഖീങ്ങളായ മനുഷ്യർക്കാണ്. ഭൂമിയിൽ അവരൊരു കുഴപ്പവും ഉണ്ടാക്കൂല, ഭൂമിയിൽ അവർ വലിയ ആളാണെന്ന് ധരിക്കുകയുമില്ല. എപ്പോഴും അവരെ ഹൗനൻ, അവരെപ്പോഴും നടക്കുന്നതിനുമുണ്ടാകും ഒരു മിതത്വം. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ അടിമ, അവൻ ഭൂമിയിൽ നടക്കുന്നത് വളരെ പതുക്കെ. പതുക്കെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒട്ടും വേഗമില്ലാത്ത എന്നർത്ഥത്തിലല്ല, പക്ഷേ ഒട്ടും കിബറില്ലാതെ, ഒട്ടും അഹന്ത തോന്നാതെ, വിനയാന്വിതമായി ഭൂമിയിലെ ഓരോ കാലം വെക്കുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ് അവൻ ജീവിക്കുന്നത്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ. നബി തിരുമേനിയുടെ നടത്തത്തെ കുറിച്ച് ഈ ആയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കുന്നിറങ്ങി വരുന്നതിന്റെ സൂക്ഷ്മത പോലെയാണ് മുഹമ്മദ് നബി നടന്നിരുന്നത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുന്നിറങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൂക്ഷ്മത, വീഴും എന്നൊരു ബോധം, അതുപോലെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നിരുന്നത് എന്നാണ്. ഭൂമിയിലൂടെ അന്താളിപ്പോടെ നടക്കാൻ പാടില്ല. ലാ തംശി ഫിൽ അർളി മർഹൻ, നീ ഭൂമിയിലൂടെ അന്താളിപ്പിൽ നടക്കരുത് എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ എല്ലാത്തിലും വിനയം കാട്ടുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ള ആളുകൾക്കാണ് നാളെ പാരത്രികമായ ജീവിതമുള്ളത്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് ആണ് അവസാനമുണ്ടാവുക, ഏറ്റവും അവസാനത്തെ നന്മയും വിജയവും അവർക്കാണ് എന്ന ആയത്ത് ഓതി മരിച്ചു മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആളാകണമെങ്കിൽ എല്ലാം ആകാമായിരുന്ന ഒരു ഭരണാധികാരി ജീവിതത്തിന്റെ എല്ലാ വിനയവും കാട്ടിയപ്പോൾ ആ മഹാനുഭാവന്റെ മരണസമയത്ത് ഓതാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തത് ഈ ആയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മലക്കുകൾ അങ്ങനെ ഹാഫിലീങ്ങളായി വരും. മലക്കുകൾ ഹാഫിലീങ്ങളായി മരണസമയത്തും വരും. അവർ നമ്മളെ സമാധാനിപ്പിക്കും, അവർ നമുക്ക് നന്മ പറഞ്ഞു തരും, നമുക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കാട്ടിത്തരും, നാം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഓരോ മനുഷ്യനും മരിക്കുമ്പോഴേക്കും അവനവന്റെ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ അവന്റെ നരകത്തിന്റെ സ്ഥലം അള്ളാഹു കാട്ടിത്തരും എന്നാണ്. ഓരോ മനുഷ്യരുടെയും മരണസമയത്ത് ലൻ യഖ്റുജ അഹദുക്കും മിനദ് ദുനിയ, ദുനിയാവിൽ നിങ്ങൾ ആരും പോകൂല, ഹത്താ യഅലമ അയ്ന മസീർ, എന്തൊക്കെയാണ് അവന്റെ സ്ഥലങ്ങൾ, അവന്റെ ഇനി പോകാനുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അവൻ അറിയും. വഹത്താ യറാ മഖഅദഹു മിനൽ ജന്നതി വന്നാർ, സ്വർഗത്തിലോ നരകത്തിലോ അവിടെ എവിടെയാണ് ഇരിപ്പിടമുള്ളത് എന്ന് കൃത്യമായി കണ്ടിട്ടാണ് ഭൂമിയിൽ അവൻ പോകും. അതാണ് നല്ല മരണത്തിന്റെയും മോശമായ മരണത്തിന്റെയും ലക്ഷണങ്ങൾ പറയുന്നിടത്ത് ഇത് കാണാം. നല്ല മരണം മുഖപ്രസാദത്തോടുകൂടെയുള്ള മരണമാണ്. നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ തൂവി നിൽക്കുന്ന നിലക്കുള്ള മരണമാണ്. ശരീരത്തിന്റെ രോമഹർഷമുണ്ടായ തരത്തിലുള്ള മരണമാണ്. ഹൃദയം ആ സന്തോഷത്തിന്റെ അഭിരാമത്തിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള മരണമാണ്. ആ മരണമുണ്ടായാൽ ആ മരണം നല്ല ലക്ഷണമാണ് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത്. തിരിച്ചുണ്ട്, വികൃതമായ മുഖഭാവത്തോടെയുള്ള മരണമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അത് പേടിയുടെ രൗദ്രത മുമ്പിൽ നിൽക്കുമ്പോൾ കാണുന്ന അതിന്റെ ഭാവം മുമ്പിൽ കണ്ടുകൊണ്ടുണ്ടാകുന്ന അവസ്ഥയിലാണ് അവന്റെ മരണം. ആ മരണത്തിൽ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സ്വർഗം കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം കൊണ്ട് മരിക്കുന്നവർ, രോമഹർഷമുണ്ടാവുക എന്ന് പറയാൻ കാരണം സ്വർഗീയ വനിതകൾ തന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മരിക്കുക. അത് കേട്ട ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സത്യത്തിൽ അതാണ്. അതായത് സ്വർഗീയ വനിതകളുടെ ആനന്ദ നിർഭരമായ കൂട്ടിനെ കണ്ടുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ മരിക്കുക. അപ്പോൾ ആ മുഅ്മിനീങ്ങൾ അതിലേറ്റവും നല്ലതാര് തന്നെയാണ്? തന്റെ ഭാര്യ തന്നെയാണ് എന്നാണ് വിശുദ്ധ ഖുർആനും ഹബീബായ റസൂലും പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ട് നിലനിർത്തുമാറാകട്ടെ. പക്ഷേ അങ്ങനെ കണ്ട് ആനന്ദത്തോടെ മരിക്കുക, പുഞ്ചിരി മുഖത്തുള്ളതുപോലെ മരിക്കുക, വദനം മനോഹരമായിരിക്കുന്നൊരവസ്ഥയിൽ മരിക്കുക, അങ്ങനെ മരിക്കാൻ കഴിയുക എന്നതാണ് മുഅ്മിനീങ്ങളായ ആളുകളുടെ ലക്ഷണം. അവർക്ക് വിയർപ്പുണ്ടാകുമെന്ന് പറയാൻ കാരണമുണ്ട്. വിയർപ്പ്, അതുപോലെ തന്നെ ശരീരത്തിലെ ചില ലക്ഷണങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ സ്വപ്നസ്ഖലനം പോലും, അതായത് സ്ഖലിതമായൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പോലും മുഅ്മിനീങ്ങളുടെ മരണത്തിന്റെ ലക്ഷണം എന്ന രൂപത്തിലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിനർത്ഥം അവിടെ സുന്ദരികളായ സുന്ദരികളെ അവരെ കാണുമ്പോൾ ഉണ്ടായിത്തീരുന്ന ആനന്ദം അങ്ങനെയും വരെ ആയേക്കാം എന്നുവരെയും മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേസമയം മറ്റു വിസർജ്യങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ടാണ് മരണമെങ്കിൽ അതൊരു സുന്ദരമായ മരണമാകുന്നുമില്ല. അള്ളാഹു നല്ല മരണത്തിന് അള്ളാഹു സൗഭാഗ്യം തരട്ടെ. കാരണം ഹാഫിലീങ്ങളായ മലക്കുകൾ വന്ന്, റഹ്മത്തിന്റെ മലക്കുകൾ ആനന്ദത്തോടെ തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന മരണമാണ് നല്ല മരണം. എന്നാലും പിടുത്തത്തിനുണ്ടാവും വല്ലാത്ത വേദന. അതുകൊണ്ടാണ് റസൂൽ അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തുൽ മൗത്ത് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ്, മുഹമ്മദിന്റെ മേലും തമ്പുരാനെ നീ എളുപ്പമാക്കി തരണേ, സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദനയെ നീ എളുപ്പമാക്കണേ എന്ന് ഹബീബ് അവസാനം ദുആ ചെയ്യുന്നു. എല്ലാ ആനന്ദവും കിട്ടേണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ മര്യാദയോടും കൂടെ മാത്രം സമീപിക്കപ്പെടുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും അവിടുത്തെ അവസാനത്തെ സമയത്ത് ഹബീബ് ഇങ്ങനെ ദുആ ചെയ്യുന്നത് കാണുന്നു, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ എന്ന് പറയുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പേര് വിളിച്ചിട്ടാണ് റസൂൽ അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ. നബി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അള്ളാഹുവെ മുഹമ്മദിനെ എളുപ്പമാക്കണം, സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ സക്കറാത്ത് നീ എളുപ്പമാക്കണേ എന്ന് റസൂൽ ദുആയിരുന്നു എന്ന് കാണാം. അപ്പോൾ എത്ര ഭീകരമാണത്! മുഅ്മിനീങ്ങളുടെ സയ്യിദായ അഷ്റഫുൽ ഖൽഖായ ഹബീബായ റസൂലിന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം സക്രത്തുൽ മൗത്ത് ഉണ്ടായിരുന്നു എന്നാണ്, മരണത്തിന്റെ വേദനയുണ്ടായിരുന്നു. പക്ഷേ അത് ഏറ്റവും എളുപ്പമുള്ളതായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അതുകൊണ്ടാണ് ലാ കർബ ബഅദൽ യൗം, മോളെ ഈ വാപ്പാക്ക് ഈ ദിവസത്തിന്റെ വേദനയല്ലാത്തൊരു വേദനയില്ല എന്ന് ഫാത്തിമയോട് ഹബീബായ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വേദന ഈ വാപ്പാക്ക് ഇന്നേ ദിവസമേ ഉള്ളൂ, ഈ ദിവസത്തിന് ശേഷം വാപ്പാക്ക് വേദനയില്ല. വേദന, വാപ്പയുടെ വേദനയെക്കുറിച്ച് മോളിങ്ങനെ കരയുന്നുണ്ട്. വാ കർബാബി, എന്റെ വാപ്പയുടെ വേദനയോ
എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ വേദന എന്ന് പറഞ്ഞ് കരയുമ്പോഴാണ് ലാ കർബ ബഅദൽ യൗം, ഈ ദിവസത്തിന് ശേഷം വാപ്പാക്ക് വേദനയില്ല മോനെ മോളെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും അവിടെ ഒരു വേദനയുണ്ട്, മരണത്തിന്റെ ഒരു വേദനയുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, അന്നസ്, റൂഹിനെ ഇങ്ങനെ പിടിക്കുന്ന സമയം, ഇബാറത്തുൻ അൻ മുഅ്ലിമിൻ നസല ബിനഫ്സി റൂഹ്, ആത്മാവിന്റെ സ്വത്വത്തിൽ വേദനയുടെ പടലുകൾ ഉണ്ടായിത്തീരുന്നൊരവസ്ഥയാണത്. ഫസ്തഗറഖ ജമീഅ അജ്സാഇ, ആത്മാവിന്റെ ഓരോ കോണിലും അതിങ്ങനെ മുഴുവനായി നിൽക്കുന്നൊരവസ്ഥയാണ്. ഹത്താ ലം യബ്ഖ ജുസ്ഉൻ മിൻ അജ്സാഇ റൂഹ്, റൂഹിൽ നിന്ന് ഒരു ഭാഗവും ആ വേദനയുടെ അനുഭവമില്ലാതെ പോകൂല. അൽ മുന്തശരി ഫീ അമാഖിൽ ബദൻ ഇല്ലാ വഖദ് ഹല്ല ബിഹിൽ അലം, ഓരോ സൂചി വെക്കാൻ ഇടമുള്ള സ്ഥലവും ഓരോ രോമകൂപങ്ങളിലും ആ വേദന ഇറങ്ങി വന്നിട്ടല്ലാതെ മരണമുണ്ടാകുന്നില്ല എന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. അത്രക്ക് ഭീകരമായിരിക്കും മരണം. മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ പറയുന്നുണ്ട്, വിരിപ്പിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ എനിക്കേറെ ഇഷ്ടം ഒരു പക്ഷേ പെട്ടെന്ന് വാളിനിരയാകലായിരിക്കും, അത്രക്കും വേദനയുള്ളതാണ് വിരിപ്പിലെ മരണം എന്നാണ് ഇമാം മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അത്രക്ക് വേദന നിലനിൽക്കുന്നതാണ്. വലികുല്ലി ഉളുവിൻ സക്കറത്തുൻ ബഅദ സക്കറ, ഓരോ അവയവത്തിനും വേദനയുടെ മേൽ വേദനയും, വകർബത്തുൻ ബഅദ കർബ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വേദനയ്ക്ക് മേൽ വേദന, ഹത്താ യബ്ലുഗ ബിഹാ ഇലൽ ഹുൽഖൂം, അവസാനം അത് ആ വേദന തൊണ്ടക്കുഴിയിലേക്ക് വരും. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മരണാസന്നനായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകും. അവസാനം തൊണ്ടക്കുഴിയിലേക്ക് വന്നു നിൽക്കുന്ന വേദനയുടെ മുമ്പിൽ നിന്നിട്ടാണ് മരണത്തിന്റെ വ്യഗ്രതയിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും എന്ന് കാണിച്ചു പോകും. അതാണ് ഗർഗറ എന്നാണ് അതിന് അള്ളാഹുവിന്റെ റസൂൽ ഇട്ട പേര് തന്നെ. അതാണ് അറബിയിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാം വിട്ടു ആ സമയത്ത് അവന്റെ നോട്ടം അവസാനിച്ചു. അതുവരെ അവൻ ഭൂമിയെ കുറിച്ച് ആലോചിച്ചു, മക്കളെ കുറിച്ച് ആലോചിച്ചു, ഭാര്യയെ കുറിച്ച് ആലോചിച്ചു, കൂട്ടുകാരെ കുറിച്ച് ആലോചിച്ചു. എല്ലാം അവസാനിച്ചു. എല്ലാ നോട്ടവും അവിടെ അവസാനിച്ചു. അവന്റെ ഭൂമിയും അവന്റെ അഹലുകാരും എല്ലാത്തിനെയും കുറിച്ചുള്ള എല്ലാം അവസാനിച്ചു. അതോടെ അവന്റെ തൗബയുടെ വാതിൽ അടക്കപ്പെടുകയും ചെയ്തു. അതുവരെ അവന് തൗബ ചെയ്യാമായിരുന്നു. പക്ഷേ അവന്റെ തൊണ്ടയിലേക്ക് അവന്റെ ആത്മാവ് എത്തിപ്പെട്ടതോടുകൂടെ എല്ലാം ക്ലോസ്. ഭൂമിയിൽ അവന്റെ ജീവിതം അവസാനിക്കാൻ, മരണം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ആ സമയത്ത് തൗബക്ക് വേണ്ടിയുള്ള അവന്റെ ആഗ്രഹത്തെ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസാനിപ്പിച്ചു കളയും. അപ്പോഴാണ് അവൻ ആലോചിച്ചു പോവുക, പടച്ചവനെ ഒരു നിമിഷം എനിക്ക് തരുമായിരുന്നുവെങ്കിൽ, ഒരു നിമിഷം പടച്ചവനെ ഒരു നിമിഷം എന്നാൽ ഞാൻ സദഖ ചെയ്യാമായിരുന്നു, സ്വാലിഹീങ്ങൾ ജീവിച്ച പോലെ ജീവിക്കാമായിരുന്നു. ഇല്ല, അവിടെ എത്തുമ്പോഴേക്കും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസാനിപ്പിച്ചു കളയും. എല്ലാത്തിനുള്ള അവസരവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കളയുന്നു. അവന്റെ ചുറ്റും ദുഃഖവും അതോടൊപ്പം തന്നെ ഖേദവും മാത്രമായി നിൽക്കുന്നു. തുഖ്ബലു തൗബത്തു അൽ അബ്ദ് മാ ലം യുഗർഗിർ, തുഖ്ബലു തൗബത്തുൽ അബ്ദ്, അടിമയുടെ തൗബ സ്വീകരിക്കപ്പെടും. മാ ലം യുഗർഗിർ, അവൻ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് എപ്പ കിട്ടും എപ്പ വരുന്നൊന്നും ആർക്കും നിശ്ചയമില്ല. നമുക്ക് തോന്നും നമുക്കിനി എന്തോ സമയം ഒരുപാട് ബാക്കിയുണ്ട് എന്ന്. ഓരോ ദിവസവും തൗബ ചെയ്യണം. ഓരോ രാത്രിയുടെ കിടപ്പിലും അല്ലാഹുവേ, അതാണ് മരണതുല്യമായ ഒരു സമയമാണത്. ആ സമയത്ത് തൗബ ചെയ്യണം. റബ്ബേ, എന്റെ ജീവിതം, ഈ പകല് ഞാൻ നടന്നത്, ഞാൻ കണ്ടത്, ഞാൻ ചെയ്തു പോയത്, അല്ലാഹുവേ നീ മാപ്പാക്കണേ എന്ന് ദുആ പ്രാർത്ഥിക്കണം. പടച്ചവനോട് തൗബ ചെയ്യണം. ഓരോ രാത്രിയുടെയും ഓരോ ഇരുണ്ട ഗർഭങ്ങളിൽ വെച്ച് നമ്മുടെ ആത്മാവെങ്ങാനും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്നൊരു വലിയ അവസരമാണ് അവിടെ നഷ്ടപ്പെടുക എന്ന ബോധമുണ്ടാകും. മാലം യുഗർഗിർ, ഇതിന് അവസാനത്തെ പിടുത്തം ഇവിടെ പിടിക്കുമ്പോൾ പിന്നെ തൗബ ചെയ്യാനുള്ള അവസരമാണ് അവിടെ നഷ്ടപ്പെടുക എന്നും ഉണ്ടാവണം.
അതാണ് ഹഫലത്തിനെ അയക്കും എന്ന് അല്ലാഹു പറഞ്ഞു. ഒന്നുകിൽ ഈ ആത്മാവിനായി കൂട്ടുവരുന്നത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാണ്. അല്ലാഹു റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ വരുന്നത് അദാബിന്റെ മലക്കുകളാണ്. റൂഹിനെ പിടിക്കുന്നത് അസ്രായിലാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്നത് ഒന്നുകിൽ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. കൊണ്ടുപോകുന്നവർ റഹ്മത്തിന്റെ മലക്കുകളാണെങ്കിൽ അപ്പോഴാണ് ഓരോ ആത്മാവിനോടും ഇങ്ങനെ പറയുന്നത്, യാ ഇബാദിയല്ലദീന, അല്ലേ? ഏതായത്ത്? ഏതാണ് ആയത്ത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ്യഹ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അത് കേൾക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ, സാന്ത്വനം സിദ്ധിച്ച ആത്മാവേ. എന്തൊരു വിളിയാണത്! സാന്ത്വനം സിദ്ധിച്ച ആത്മാവേ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ്യഹ, നിന്റെ നാഥന്റെ പക്ഷത്തേക്ക് നീ തൃപ്തമായി സംതൃപ്തമായി നീ പ്രവേശിക്കണം, നീ മടങ്ങി വരണം. റാളിയത്ത് അവന് തന്നെ ഉണ്ടാകുന്ന സന്തോഷം. മർദിയ്യ എന്ന് പറയാൻ കാരണം അവനെ അല്ലാഹു തൃപ്തിപ്പെട്ടത് കൊണ്ടാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുക. റളിയല്ലാഹു അൻഹു വറളിയൻ, അവർ അല്ലാഹുവിനെയും അവരല്ലാഹുവും തൃപ്തിപ്പെട്ടു. അതാണ് റാളിയത്തൻ മർളിയത്തൻ, തൃപ്തമായി സംപ്രീതമായി ആത്മാവേ മടങ്ങി വരിക. ഉദ്ഖുലീ ഫീ ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക്. അബ്റാറുകളായ അടിമകൾക്കുള്ള സ്ഥലം ഇല്ലിയീൻ എന്ന് പറയുന്ന ഉന്നതമായ സ്വർഗമാണ്. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലിയീൻ, എവിടെ ഉണ്ടാകും അബ്റാറുകൾ? ഇല്ലിയീൻ എന്ന സ്വർഗത്തിലുണ്ടാകും. ഇന്നൽ ഫുജ്ജാറ ലഫീ സിജ്ജീൻ, എന്നാൽ തെമ്മാടിക്കൂട്ടങ്ങൾ, ആ തെമ്മാടിക്കൂട്ടങ്ങൾ മുഴുവനും സിജ്ജീൻ എന്ന് പറയുന്ന നരകാഗ്നിയിലായിരിക്കും. ആത്മാവിന്റെ ആദ്യത്തെ ഗേഹം അവിടെയാണ്. അത് തന്നെയാണ് ഈ ആത്മാവിനോട് ആവശ്യപ്പെടുന്നത്. ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങുക. റാളിയതൻ മർദിയ്യഹ, തൃപ്തിയോടെ സംപ്രീതമായി. ഫദ്ഖുലീ ഫീ ഇബാദി, എന്റെ അടിമകളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലീ ജന്നതി, എന്റെ സ്വർഗീയാരാമത്തിലേക്കും അങ്ങനെ സ്വാഗതം ചെയ്തു കൊണ്ടുപോകും. അവർ അബ്റാറുകളുടെ സ്വർഗമാകുന്ന ഇല്ലിയീനിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു വിഭാഗമുണ്ട്, ജീവിതം മുഴുവനും മുഴുക്കെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിട്ട് അവസാനം അള്ളാഹു വളരെ മോശമായ അവസ്ഥയിൽ പിടിക്കുന്ന ആത്മാവ്. ആ ആത്മാവിനെ അത്രമേൽ ഭീകരമായിട്ടായിരിക്കും പിടിക്കുക എന്നാണ്. അത്രമേൽ ഭീകരമായിട്ടായിരിക്കും അസ്രായിൽ അവിടെ വന്നു നിൽക്കുകയും ചെയ്യുക എന്നാണ്. വളരെ ക്രൂരമായ ഭാവത്തോടുകൂടെയായിരിക്കും അദാബിന്റെ മലക്കുകളും അവിടെ നിൽക്കുക. അവർ ദുർഗന്ധം വമിക്കുന്ന ഈ ആത്മാവിനെ ദുർഗന്ധം വമിക്കും എന്ന് തന്നെയാണ്. നെത്തിനുണ്ടാകും എന്നാണ്. വല്ലാതെ ദുർഗന്ധമുണ്ടാകും അതിന്. ദുർഗന്ധത്തിന്റെയും അതോടൊപ്പം തന്നെ അതിന്റെ വിഭ്രമത്തിന്റെയും അട്ടഹാസം ഉണ്ടാകും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യർക്ക് മാത്രമേ അത് കേൾക്കാതിരിക്കാനാവുന്നുള്ളൂ. പക്ഷേ ജിന്നുഭൂതവർഗങ്ങളിൽ നിന്ന് ജിന്നുകളും മനുഷ്യരും ഒഴിച്ചാൽ മറ്റുള്ളവയെല്ലാം അത് കേൾക്കുന്നു എന്നാണ്. അത്രമേൽ വലിയ അട്ടഹാസത്തോടുകൂടെയായിരിക്കും അവൻ ഈ ഭൂമിയിൽ നിന്ന് പോവുക. അവനെ വലിച്ചു കൊണ്ടുപോകുന്ന സമയത്തുണ്ടായിത്തീരുന്ന ഭീകരമായ അട്ടഹാസങ്ങൾ, അവനോടുണ്ടാകുന്ന മലക്കുകളുടെ വർത്തമാനങ്ങൾ, അവനെ അവസാനം ആകാശങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ ആകാശങ്ങളുടെ കവാടങ്ങൾ പോലും സ്വീകരിക്കാതെ അവനെ വലിച്ചെറിയും എന്നാണ്. ആത്മാക്കൾ അലയും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ മോശമാണ് അത്തരം ആത്മാക്കൾ. ആത്മാക്കളുടെ ഗേഹങ്ങൾ സിജ്ജീൻ എന്ന് പറയുന്ന നരകാഗ്നിയാണ്. ഈ രണ്ട് തരത്തിലാണ് മനുഷ്യനുണ്ടാവുക.
ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നാൽ തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൗത്യമേറ്റെടുത്ത നമ്മുടെ ദൗത്യമേറ്റെടുത്ത മലക്കുകൾ, നമ്മുടെ മഹാരഥന്മാരായ മലക്കുകൾ അവർ അത് പൂർത്തീകരിക്കും. വഹും ലാ യുഫർരിതൂൻ, ഒരു ചെറിയ ന്യൂനത പോലും വരുത്തൂല. അല്പം കാശ് കൊടുത്താൽ മലക്കുകൾ തൽക്കാലം വരില്ല എന്നൊന്നും ആരും ആലോചിക്കേണ്ടതില്ല. വഹും ലാ യുഫർരിതൂൻ, ഒരു ന്യൂനതയും അവർ വരുത്തൂല. എപ്പോ ഏത് സെക്കൻഡിലാണ്, ഏത് സെക്കൻഡിന്റെ ഏതൊരു നാനോ സെക്കൻഡിൽ വെച്ചാണ് പിടിക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിന്റെ നാനോ സെക്കൻഡ് മാറ്റാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അത് പൂർത്തീകരിക്കും. തവഫത്തുഹു, അതങ്ങ് പൂർത്തീകരിക്കും. അപ്പൊ പലതും പറയും മനുഷ്യൻ, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. ഞങ്ങൾ ജീവിച്ച നാടിന്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു എന്ന് പറയും. ഞങ്ങൾ ജീവിച്ച നാട്ടിൽ ഞങ്ങൾക്ക് നല്ല വസ്ത്രം ധരിച്ച് നടക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയും. ഞങ്ങൾ ജീവിച്ച നാട്ടിന്റെ പ്രത്യേകത അനുസരിച്ച് ഞങ്ങൾക്ക് അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കാൻ ആവും വിധത്തിൽ കാര്യങ്ങൾ നടത്താൻ സാധിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോ മലക്കുകൾ ചോദിക്കും, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടായിരുന്നോ, എന്തിനെ നീ അവിടെ തന്നെ കിടന്നു എന്ന് വരെ ചോദിക്കും എന്ന് ഖുർആൻ. ഒരു എതിറും അവിടെ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ അതിനുള്ള സമയമാണ്. ഈ ഒരു നിമിഷം, ഈ ഒരു മണിക്കൂർ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ആരൊക്കെയോ കണ്ണ് കലങ്ങി, ആരുടെയൊക്കെയോ ഹൃദയം പിടച്ചു, അല്ലേ? അതൊക്കെ റബ്ബിന്റെ മുമ്പിലുള്ള സാക്ഷിയാണ്. കണ്ണുനീർ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷിയാണ്. മുഅ്മിന്റെ ഭാഗ്യം അവന്റെ കണ്ണ് അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ രണ്ട് കണ്ണും ഒലിക്കുന്നു എന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. ആ കണ്ണുനീർ തുള്ളികൾ അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഖൗഫിന് അള്ളാഹു കൊടുക്കുന്ന വില വലുതാണ്. ഖൗഫിൻ, ഒരു നിമിഷത്തെ പേടി, അത് അള്ളാഹുവിന്റെ നാളത്തെ സാന്നിധ്യത്തിൽ വെച്ച് വലിപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ മണിക്കൂർ റബ്ബിന്റെ മുമ്പിലുള്ള ധന്യമായ ഒരു നിമിഷമാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അതുവഴി നമുക്ക് അള്ളാഹു സ്വർഗം തരട്ടെ. ഈ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ച ഓരോ നിമിഷവും അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളായി ജീവിപ്പിക്കട്ടെ. നാളെ സ്വർഗത്തിൽ ഈ ഗ്രന്ഥത്തിന്റെ സാക്ഷികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ നന്മയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹു നമുക്ക് മാപ്പേകുമാറാകട്ടെ. എല്ലാ ശർറിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവന്റെ വിരുദ്ധമായ ഖദാഇൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആപത്തുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഭൂമിയിലെ കമ്പനങ്ങളും ആകാശത്തെ കൊടുങ്കാറ്റുകളും അള്ളാഹുവെ ഞങ്ങളെ ഓരോ നിമിഷവും ഭയപ്പെടുത്തുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഭീകരമായ ഭൂചലനങ്ങൾ, പേടിപ്പെടുത്തുന്ന വിധം അണക്കെട്ടുകൾ പൊട്ടുന്ന വേദനാജനകമായ നിമിഷങ്ങളെക്കുറിച്ചുള്ള പേടിപ്പെടുത്തലുകൾ അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഈ ഭൂമിയുടെ ജീവിതങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഒരു ദുരന്തവും വരുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ ജീവനുകൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഓരോ നിമിഷത്തെയും വാർത്തകൾ അള്ളാഹുവെ നീ കാക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഭൂമിയിൽ വരുന്ന ദുർനിമിത്തങ്ങൾക്ക് കാരണം മനുഷ്യന്റെ ദുർപ്രവർത്തനങ്ങളാണ്. അല്ലാഹ്, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് നീ ശിക്ഷ വരുത്തിയാൽ നിന്റെ അദാബുകൾക്ക് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് വഴുതികളില്ല തമ്പുരാനെ. ഞങ്ങൾക്ക് പഴുതുകളില്ല തമ്പുരാനെ. ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ അദാബിനെ തടയാൻ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുമ്പിൽ നാഥ. നീ തന്നെയാണ്, നിന്റെ കാരുണ്യം മാത്രമാണ് രക്ഷക. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പിൽ ഇന്ന് പറഞ്ഞു വരുന്ന ഭവിഷ്യത്തുകളൊന്നും നീ വരുത്തല്ല അല്ലാഹ്. ഭവിഷ്യത്തുകൾ വരുത്തല്ല തമ്പുരാനെ. അത് വന്നാൽ തടയാൻ ഒരു ലോകത്തും ഒരു ശക്തിക്കും സാധ്യമല്ല തമ്പുരാനെ. ഭൂമിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിക്കുന്നതിന്റെ മുമ്പിൽ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ ഭൂമിയിൽ ഒരു രക്ഷകനുമില്ല റബ്ബേ. നീ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയായുള്ളൂ. അല്ലാഹുവേ, നീ കാക്കണേ റഹ്മാനെ. ഈ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് കാക്കണേ റഹ്മാനെ. ഈ നിമിഷങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ തമ്പുരാനെ. ദീർഘായുസ് തരണേ റഹ്മാനെ. അവസാനം നിന്റെ തൃപ്തിയിൽ മരിക്കുന്ന നിന്റെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. എന്നെ കേട്ട പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവിധത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളുടെ ഈ ദുആയിൽ ഉൾക്കൊള്ളുന്ന വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ഒപ്പം എല്ലാ ആശംസകളും. അസ്സലാമു അലൈക്കും.